നമ്മളിന്ന് വന്നിട്ടുള്ളത് കരിക്ക് ജ്യൂസിൻ്റെ വീഡിയോയുമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. 2 കരിക്കാണ് ഞാൻ ഇതിനാവശ്യമായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ കരിക്കിൻ്റെ വെള്ളവും അതിൻ്റെ കാമ്പുമായിട്ട് നമുക്കിതുപോലെ മിക്സിയിലോട്ട് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ള ഫ്രിഡ്ജിൽ വെച്ച് നല്ല കട്ടയായിട്ട് തണുപ്പിച്ച പാലാണ് ഇതിന് ഏറ്റവും നല്ലത്. പക്ഷെ ഞാനിവിടെ എടുക്കുന്നത് തണുപ്പിച്ച പാലാണ്, കട്ടയല്ല, അല്ലാതെ തന്നെ നമ്മൾ തണുപ്പിച്ചെടുത്ത പാലാണ്. അപ്പോൾ അതൊരു 1/2 ലിറ്റർ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ആവശ്യമുള്ള പഞ്ചസാരയാണ്. അത് ഓരോരുത്തരുടെ മധുരത്തിന് ആവശ്യമായിട്ട് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. അപ്പോൾ ഈ ഒരു അളവിന് അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു. കാര്യം നമ്മൾ ഇതിലേക്ക് ഇനി ഐസ്ക്രീം കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മധുരം കുറച്ചിട്ടാൽ മതി. ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഐസ്ക്രീം ഇല്ലെങ്കിലും ഇത് അടിപൊളി ഒരു ജ്യൂസാണ്. ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കരിക്കിൻ ജ്യൂസാണ്. അപ്പോൾ സാധാരണ ജ്യൂസ് അടിക്കും പോലെ ഒത്തിരി അങ്ങ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ചെറുതായിട്ട് തരിതരിപ്പ് കടിക്കാൻ കിട്ടുന്നത് നല്ലതാണ്. ആ രീതിയിലാണ് ഞാൻ അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ അടിക്കുകയാണെങ്കിൽ ഒരു 3-4 ഗ്ലാസ്സോളം നമുക്ക് ജ്യൂസ് കിട്ടും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ കരിക്കായിട്ട് കഴിക്കാതെ ഇതുപോലെ അടിച്ച് കുടിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് നമുക്ക് കുടിക്കാൻ പറ്റും. അപ്പോൾ മധുരം വേണ്ടാത്തവർക്ക് തേനോ ശർക്കരയോ ചേർത്ത് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. അത് നല്ല ടേസ്റ്റാണ്. ഇനി ഒരല്പം ഐസ്ക്രീമും കരിക്കിൻ്റെ കുറച്ച് കാമ്പ് അരിഞ്ഞതും കൂടെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കൊന്നും കടിക്കാനും കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ അടിപൊളി ജ്യൂസാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.